കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹോപ്പ് ആൻഡ് പ്രോമിസ് എന്ന ഈ ചാനലിലൂടെ അല്പസമയങ്ങൾ ദൈവവചനം ഷെയർ ചെയ്യുവാൻ ലഭിച്ച അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പകലിലെ ദൈവവചന ചിന്തകൾക്കായിട്ട് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 6-ാമത് വാക്യം വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെയിരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണി നേരമായിരുന്നു. 7-ാം വാക്യം, ഒരു സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ സ്ഥൂലഭാവങ്ങളും മനുഷ്യത്വത്തിന്റെ സൂക്ഷ്മഭാവങ്ങളും ഒരുപോലെ വരച്ചു കാട്ടുവാൻ ശ്രമിച്ച എഴുത്തുകാരാണ് വിശുദ്ധ യോഹന്നാൻ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിന്റെ 4 ആസ്തിത്വങ്ങളാണ് യോഹന്നാൻ വരച്ചിട്ടിരിക്കുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആയിരുന്നു, ഉണ്ടായിരുന്നു, കൂടെയായിരുന്നു എന്നിത്യാദി പദങ്ങൾ ശ്രദ്ധിച്ചാൽ എറ്റേണൽ എക്സിസ്റ്റൻസ്, പ്രീ എക്സിസ്റ്റൻസ്, കോ എക്സിസ്റ്റൻസ്, സെൽഫ് എന്നൊക്കെ പറയും. സഹാസ്തിത്വം, സ്വയാസ്തിത്വം, പൂർവാസ്തിത്വം, നിത്യാസ്തിത്വം. അപ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ സൂക്ഷ്മഭാവങ്ങളും യോഹന്നാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. യേശുവിനെ വിശന്നു എന്നും യേശുവിനെ ദാഹിച്ചു എന്നും യേശു കരഞ്ഞു എന്നും യേശു ക്ഷീണിച്ചു എന്നുമൊക്കെയുള്ള മനുഷ്യത്വത്തിന്റെ സൂക്ഷ്മഭാവങ്ങളും യോഹന്നാൻ വരച്ചു കാട്ടുന്നുണ്ട്. നാം ഇവിടെ വായിച്ച വേദഭാഗത്തിൽ യേശുക്രിസ്തു ശമരിയ പട്ടണത്തിൽ ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോഴും യേശു വഴി നടന്ന് ക്ഷീണിച്ചു എന്ന ഭാഗം യോഹന്നാൻ കൈകാര്യം ചെയ്യുകയാണ്. യേശു ക്ഷീണിച്ചു എന്ന് പുതിയ നിയമത്തിൽ നാം വായിക്കുന്ന ഒരേ ഒരു വേദഭാഗം ഇവിടെയാണ്. ഇവിടെ യേശുക്രിസ്തു ഈ സ്ത്രീയുമായിട്ട് സംഭാഷിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെയിരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണി നേരമായിരുന്നു. ഈ 6-ാം മണിക്കൂറിനെ കുറിച്ച് വിശദമായി പഠന വിഷയമാക്കേണ്ടതാണെങ്കിലും ഈ ചെറിയ സന്ദേശത്തിൽ ഞാൻ അതിന് മുതിരുന്നില്ല. ഈ 6-ാം മണിക്കൂറിൽ ഈ സഹോദരിക്കുണ്ടായ 3 അനുഭവങ്ങൾ ചുരുക്കം വാചകങ്ങളിൽ പറഞ്ഞ് എന്റെ സന്ദേശം അവസാനിപ്പിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഇവിടെ യേശുവായിട്ട് ഈ സ്ത്രീ സംഭാഷിക്കുമ്പോൾ ഒന്നാമതായിട്ട് ഇവർക്കുണ്ടാകുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സോച്ചിരിയോളജിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയും. ഒരു ക്രിസ്തു അനുഭവം. എന്താണ് ക്രിസ്തു അനുഭവം? എന്താണ് മാനസാന്തരത്തിന്റെ അനുഭവം? ഇന്നിന്റെ മാനസാന്തരം നാം പലപ്പോഴും ശ്രദ്ധിച്ചാൽ ബിസിനസ്സുകാരോ ബാർ നടത്തിപ്പുകാരോ സിനിമക്കാരോ ഒക്കെ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരുടെ പഴയ സ്ഥിതി തന്നെ തുടരുന്നതായിട്ട് നാം കാണുന്നു. ബാർ ഉടമ രക്ഷിക്കപ്പെട്ടാൽ പിന്നെയും അവൻ ബാർ തന്നെ നടത്തുന്നതായിട്ട് കാണുന്നു. എന്നാൽ ഈ സ്ത്രീക്കുണ്ടായ രക്ഷാനിർണയ അനുഭവം, ഞാൻ സോച്ചിരിയോളജി അല്ല പ്രസംഗിക്കുന്നത്, ആ അനുഭവമാണ്. യേശുവിനെ കണ്ടെത്തിയ 6-ാം മണിക്കൂറിന് തൊട്ട് മുമ്പ് വരെ അവൾ എന്തായിരുന്നോ അതല്ലാതെ ആയി മാറുവാനിടയായി തീർന്നു. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നവർ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ വിശുദ്ധിയോ വേർപാടോ സൂക്ഷിക്കുന്നതായിട്ട് നാം കാണുന്നില്ല. ഇന്ന് നമ്മുടെ സഭകളിൽ പോലും അടിസ്ഥാനപരമായ ഉപദേശത്തിന്റെ അനുഭവങ്ങൾ പഠിപ്പിക്കുന്നില്ല. ഈ സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വളരെ ആത്മാർത്ഥതയോടും താഴ്മയോടും പറയട്ടെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഇന്നലകൾ അവന്റെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് ഇടയാകരുത്. രണ്ടാമത്തത് ക്രിസ്റ്റോളജിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയും. ഒരു ക്രിസ്തു അനുഭവം. എന്തായിരിക്കണം ഇന്നിന്റെ ക്രിസ്തു അനുഭവം എന്ന് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 4 മുതൽ വാക്യങ്ങളിലൂടെ നാം കാണുന്നുണ്ട്. താഴ്ചയുടെ 7 പടികൾ ഇറങ്ങി വന്ന ക്രിസ്തുവിനെ സകലത്തിനും മേലായി ഉയർത്തിയതായ ആ നാമത്തെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. പ്രിയരെ, യേശുക്രിസ്തു മുഖാന്തരം, യേശുക്രിസ്തുവിൽ ആയത് മുഖാന്തരം ആമേൻ ചിലതൊക്കെ വിട്ടുകളയുവാനും ചിലതൊക്കെ ക്ഷമിച്ചു കളയുവാനും ചിലരുടെയൊക്കെ മുമ്പിൽ ഒന്ന് താഴുവാനും ഞാനും നിങ്ങളും തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് മനുഷ്യത്വത്തിൽ നമുക്ക് കുറവായി തോന്നാമെങ്കിലും
ദൈവം നമ്മെ ഏറ്റവും അധികം ഉയർത്തുന്നതായ അനുഭവമായിരിക്കും ക്രിസ്തു അനുഭവം. സഭ ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ ആ ക്രിസ്തു അനുഭവത്തിലേക്ക് കടന്നു വന്നാൽ മാനസാന്തരം ഇവിടെ വളരെ വേഗത്തിൽ നടക്കുവാനായിട്ട് ഇടയായിത്തീരും. ക്രിസ്തു അനുഭവം പലപ്പോഴും നമ്മളിൽ ഇല്ലാത്തതാണ്. ക്രിസ്തുവിനെ യഥാർത്ഥമായി അനുഭവിക്കുവാനോ ആരാധിപ്പാനോ കണ്ടെത്തുവാനോ കഴിയാതിരിക്കുന്നത്. ഈ ക്രിസ്തു അനുഭവത്തിലേക്ക് ഈ സ്ത്രീയെ, സഹോദരിയെ കൊണ്ടെത്തിക്കുന്നതിന് യേശു അവളുടെ അതിപ്രധാനമായ 4 പാരമ്പര്യങ്ങളെ അവിടെ അഴിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഒന്നാമതായത് ഇവൾ ഉയർത്തിയതായ പാരമ്പര്യം ഒരു വിഭാഗീയതയുടെ പാരമ്പര്യമാണ്. അവൾ പറയുന്നത്, നീ യഹൂദൻ, ഞാന് ശമരിയക്കാരത്തി. ഇന്നും ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു 6 മണിക്കൂർ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. എന്നാൽ ആ വിഭാഗീയതയുടെ അനുഭവം ഒരു വലിയ മതിൽക്കെട്ട് പോലെ നിൽക്കുകയാണ്. എന്നാൽ യേശു കർത്താവ് ആ വിഭാഗീയതയുടെ മതിൽക്കെട്ടിനെ അഴിച്ചതായിട്ട് നാം അതിന്റെ 9ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്. ശമരിയക്കാരിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. യഹൂദന്മാർക്ക് ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല. നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഇവിടെ ദൈവത്തിന്റെ ദാനങ്ങൾ എന്ന മൂലഭാഷയിലൊക്കെ നാം അതിന്റെ പ്രയോഗങ്ങൾ പഠിച്ചാൽ ഈ ദാനം എന്താണെന്നും ലോകത്ത് നൽകപ്പെട്ട ഏറ്റവും പ്രഥമവും പ്രധാനവുമായ ദാനമായ ക്രിസ്തുവാണ് നിന്നോട് സംസാരിക്കുന്നതെന്നുമാണ് യേശുവോട് പറഞ്ഞത്. അപ്പോൾ വിഭാഗീയതയുടേതായ പതിൽക്കെട്ടുകളെ, പാരമ്പര്യത്തെ യേശു അഴിച്ചത് ക്രിസ്തു എന്ന ദാനത്തെ മുൻനിർത്തിയാണ്. പ്രിയരെ, നമുക്കറിയാം, യഹൂദനോ യവനനോ ദാസനോ സ്വതന്ത്രനോ എന്ന് വ്യത്യാസമില്ലാതെ ക്രിസ്തുവിൽ ഒന്നാക്കുന്നതിന് വേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. ഈ സന്ദേശം ശമരിയിൽ ഇവിടെ കൈമാറുകയാണ്. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം ഒന്നും പറയുവാൻ ഈ ഷോർട്ട് മെസ്സേജിൽ ഞാൻ തയ്യാറാകുന്നില്ല. ശമരിയർ എന്തുകൊണ്ട് അങ്ങനെയാണ് ഈ സ്ത്രീയെ ഇവിടെ പറയുന്നത്? ശമരിയക്കാരത്തി എന്നാണ് ശമരിയൻ പാരമ്പര്യത്തിൽ അവരുടെ പേര് ഫോർട്ടിന എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ അത് കാണുന്നില്ല. എന്തുകൊണ്ട് ഈ സ്ത്രീയെ ശമരിയ സ്ത്രീ എന്ന് വിളിക്കുന്നു? ഒരു ശമരിയക്കാരൻ അല്ലെങ്കിൽ ശമരിയക്കാരത്തി എന്നോ ഒരു ഗലീലിയൻ എന്നോ ഒരു കൊരിന്ത്യൻ എന്നോ ഒക്കെ ഉള്ള പ്രയോഗങ്ങൾ, അത് തിക്തമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. ഒരു ശമര്യൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അവന്റെ പിതാവ് യഹൂദനായിരിക്കും, മാതാവ് ഒരു ജാതീയ സ്ത്രീ ആയിരിക്കും, അല്ലെങ്കിൽ അവന്റെ മാതാവ് യഹൂദനായിരിക്കും, അല്ലെങ്കിൽ പിതാവ് ജാതീയനായിരിക്കും. ഇങ്ങനെ ഇകഴ്ത്തി പറയുവാൻ ഉപയോഗിക്കുന്ന പദമാണത്. ഒരു ഗലീലിയൻ എന്ന് പറഞ്ഞാൽ അവന് സാമാന്യമായിട്ടുള്ള ജ്ഞാനമോ വിദ്യാഭ്യാസമോ അറിവോ ഒന്നുമില്ലാത്തവൻ എന്ന അർത്ഥത്തിലാണ്. എന്ന് പറഞ്ഞാൽ അന്ധതയിൽ കഴിയുന്നവൻ, വീട്ടിൽ കഴിയുന്നവൻ, നമ്മുടെ നാടൻ പ്രയോഗത്തിൽ പറഞ്ഞാൽ വിവരമില്ലാത്തവൻ എന്ന അർത്ഥത്തിലാണ് ഉള്ള പ്രയോഗം. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ തന്നെയാണ് ശമരിയൻ എന്ന് പറഞ്ഞാലും. ഇവിടെ ഈ സ്ത്രീയെ കാണുന്നതിന് വേണ്ടിയാണ് യഹൂദന്മാർ മാറ്റി നിർത്തിയിരുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യുവാൻ ഇഷ്ടപ്പെടാതിരുന്ന ഈ പട്ടണത്തിലൂടെ യേശു കടന്നു വന്നത്. യേശുവിന്റെ ലോകത്തിലേക്കുള്ള ആഗമനത്തിന്റെ മുഴു ദൗത്യവും അതായിരുന്നു. പാപത്തിന്റെ ഇരുട്ടിൽ കിടന്ന, ആർക്കും വേണ്ടാതെ കിടന്നവരെ പൊക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു യേശുവിന്റെ ദൗത്യം. അതുകൊണ്ട് ക്രിസ്തു അനുഭവത്തിലേക്ക് വരുവാൻ രണ്ടാമതേ ഇവൾ ഉയർത്തിയത് പിതാക്കന്മാരുടെ പാരമ്പര്യമാണെങ്കിൽ ആ പാരമ്പര്യത്തെ യേശു കർത്താവ് അഴിക്കുകയാണ്. പിതാക്കന്മാർ തരുന്ന വെള്ളം കുടിക്കുന്നവനൊക്കെയും വീണ്ടും ദാഹിക്കുമെന്ന് യേശു പറയുകയാണ്. അഥവാ പാരമ്പര്യമായിട്ടുള്ള ബന്ധനത്തിൽ ആരാധിക്കുന്നവർക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുന്നില്ല. മറിച്ച് ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് ദാഹം തീരുമെന്ന് മാത്രമല്ല, അവനെ നിത്യതയിൽ കൊണ്ടെത്തിക്കുന്നത് ആണ് ആ വെള്ളം. അപ്പോ രണ്ടാമത്തെ അവൾ ഉയർത്തിയതായ പാരമ്പര്യത്തെ പരിശുദ്ധാത്മാവിനെ മുൻനിർത്തി യേശു അഴിക്കുകയാണ്. മൂന്നാമത് അവളുടെ സ്വയമായുള്ള പാരമ്പര്യത്തെ യേശു പുറത്തു കൊണ്ടുവരികയാണ്. യേശു പറയുന്നു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇതിന് വ്യത്യസ്തമായ വ്യാഖ്യാന അർത്ഥതലങ്ങൾ ഉണ്ട്. ഒരുപക്ഷെ ശമരിയക്കാർ BC 8-ാം നൂറ്റാണ്ടിനടുത്ത് അശൂർ രാജാവായ സൽമനേസർ 5-ാമൻ ശമരിയെ ആക്രമിക്കുകയും അവിടേക്ക് ജാതികളെ കൊണ്ട് പാർപ്പിക്കുകയും ചെയ്യുമ്പോൾ ജാതികൾ അവരുടെ ദൈവങ്ങളെ കൂടെ കൊണ്ടുവരുന്നതായിട്ട് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 14-ാം അധ്യായം അതിന്റെ 27 വാക്യങ്ങൾ, 17-ാം അധ്യായം 24, 29, 30 വാക്യങ്ങളൊക്കെ നാം വായിക്കുന്നുണ്ട്. അന്യദൈവ ആരാധനയെ പരസംഗം എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ
ആ അർത്ഥത്തിലാണോ ഈ സ്ത്രീയെ അങ്ങനെ സംബോധന ചെയ്യുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. 5 ഭർത്താക്കന്മാർ, 5 ദൈവങ്ങളാണ് ഇപ്പോഴുള്ളവൻ എന്ന് പറയുന്നത്. യേശുവുമായിട്ട് അവൾ സംഭാഷിക്കുകയാണ്. ഇവൻ ആരാണെന്ന് അവൾക്ക് തിരിച്ചറിയുന്നില്ല. അവനെയും ആരാധിക്കുന്നതായിട്ട് നാം കാണുന്നില്ല. യേശു ആരാധനയുടെ ക്രമങ്ങൾ യഥാവിധി അവളെ പഠിപ്പിക്കുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നുണ്ട്. അത് വിശദീകരിക്കുവാൻ എന്റെ മുൻപിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിടുന്നു. മൂന്നാമതായിട്ട് ഇവൾക്കുണ്ടായ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു മിഷനോളജിക്കൽ എക്സ്പീരിയൻസ് ആണ്. അതിന്റെ 9ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവൾ കുടം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് പറയുന്നു, ഞാൻ ചെയ്തതെല്ലാം എന്നോട് പറഞ്ഞ ഒരുവനെ ഞാൻ കണ്ടു, പക്ഷേ മശിഹ ആയിരിക്കാം. ആ പട്ടണക്കാർ മുഴുവൻ യേശുവിലേക്ക് കയറി വരിക. നിങ്ങൾ ഇവിടെ സൂക്ഷിക്കണം. ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ രക്ഷിക്കപ്പെട്ട ചരിത്രമുണ്ട്, 5000 പേർ രക്ഷിക്കപ്പെട്ട ചരിത്രമുണ്ട്. എന്നാൽ ഇവിടെ യേശുവിനെ യഥാർത്ഥമായി കണ്ടെത്തിയ ഒരു സ്ത്രീയുടെ സാക്ഷ്യത്തിൽ ഒരു പട്ടണം മുഴുവൻ യേശുവിലേക്ക് വരികയാണ്. ഒരേ സമയത്ത് ഏറ്റവും അധികം പേരെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ ഈ സഹോദരിക്കാണ് ഭാഗ്യം ലഭിച്ചതെങ്കിൽ, ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞവരാണെങ്കിൽ എത്ര പേരോട് ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്? ക്രിസ്തുവിനെ കണ്ട നമ്മുടെ രക്ഷാനിർണയ അനുഭവം എങ്ങനെയിരിക്കുന്നു? ക്രിസ്തുവിനെ കണ്ട നമ്മുടെ ക്രിസ്തു അനുഭവം എങ്ങനെയിരിക്കുന്നു? ക്രിസ്തുവിനെ കണ്ട നമ്മുടെ പ്രേക്ഷിത അനുഭവം എങ്ങനെയിരിക്കുന്നു എന്ന് നാം ഒന്ന് ശോധന ചെയ്യേണ്ടതായിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്ത്രീ യേശുവിനെ കണ്ടനന്തരം അവളുടെ ആത്മീയ ഗമനത്തിന്റെ ഗ്രാഫ് നാം ശ്രദ്ധിച്ചാൽ അത് വളരെ ഉയരത്തിലേക്ക് പോകുന്നതായിട്ട് നാം കാണുന്നു. ആദ്യം യേശുവിനെ ഇവൾ സംബോധന ചെയ്യുന്നത് നീ യഹൂദൻ എന്നാണ്. രണ്ടാമത് ഇവൾ യേശുവിനെ സംബോധന ചെയ്യുന്നത് നീ യജമാനൻ എന്നാണ്. മൂന്നാമത് ഇവൾ യേശുവിനെ സംബോധന ചെയ്യുന്നത് നീ പ്രവാചകൻ എന്നാണ്. നാലാമത് ഇവൾ യേശുവിനെ സംബോധന ചെയ്യുന്നത് നീ മശിഹ എന്നാണ്. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ ഗ്രാഫ് മശിഹയിൽ അഥവാ രക്ഷകനിൽ എത്തുന്നത് വരെ മുൻപോട്ട് പോകുന്നില്ലെങ്കിൽ കേവലം ഒരു വൈദ്യനെ പോലെയോ കേവലം എന്തെങ്കിലുമൊക്കെ നമുക്ക് ലഭ്യമാക്കുന്ന ഒരു പ്രവാചകനെ പോലെയോ ഒരു യജമാനനെ പോലെയോ ഒക്കെ മാത്രം കണ്ടെത്തുവാനല്ല നാം ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നത്. അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനും രക്ഷകനെന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായി തീരട്ടെ. ഇന്ന് പകൽ എന്റെ ഈ ചെറിയ വാക്കുകൾ ശ്രദ്ധിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ 6 മണിക്കൂർ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. ഈ 6 മണിക്കൂർ ശമരിയിലെ പട്ടണത്തെ മുഴുവൻ വിടുവിക്കുവാൻ യേശു ഉപയോഗിച്ചെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 44-ാം വാക്യത്തിൽ നാം ഒരു 6 മണിക്കൂർ കാണുന്നുണ്ട്. അവിടെയും എഴുതിയിരിക്കുന്നു, അപ്പോൾ ഏകദേശം 6 മണിക്കൂർ നേരമായിരുന്നു. യേശു കർത്താവ് മാനവകുലത്തിന് വേണ്ടി ക്രൂശിൽ കിടന്ന മണിക്കൂറുകൾ 6ആണ്. മനുഷ്യന്റെ സംഖ്യ 6ആണ്. പിന്നത്തേതിൽ അത് പൈശാചികമായി മാറുന്നുണ്ട്. ഞാൻ അതിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ല. പ്രിയരെ, ആ ഇരുട്ടിനകത്ത് യേശു കർത്താവ് 3 മണിക്കൂർ ഇരുട്ടിൽ കിടക്കുമ്പോൾ തന്റെ തലയിൽ ന്യായവിധിയുടേതായ കനക്കട്ടകൾ പിതാവായ ദൈവം ദൈവക്രോധത്തിന്റെ ചട്ടുകം കൊണ്ട് കുന്നിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും ക്രിസ്തുയേശുവിലൂടെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി ആയിരുന്നു എന്നുള്ള സത്യം മറന്നു പോകാതെ ഇപ്പോഴും യേശുവിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീരണം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ 6 മണിക്കൂറുകളിലും യേശുവിന് നന്നായി ദാഹിക്കുന്നുണ്ട്. എന്നാൽ ശമരിയിൽ ഒരു തുള്ളി വെള്ളം പോലും യേശു കുടിച്ചതായിട്ട് നാം വായിക്കുന്നില്ല. ക്രൂശിലും അവൻ ഒരിറ്റു വെള്ളം കിട്ടിയില്ല. എന്തായിരുന്നു 6 മണിക്കൂറിലെ അവന്റെ ദാഹം? ശമരിയിലെ 6 മണിക്കൂറിലെ ദാഹം രക്തബന്ധങ്ങൾക്ക്, സഹോദരങ്ങൾക്ക്, വേണ്ടാത്തവരെ നേടുന്നതിന് വേണ്ടിയായിരുന്നെങ്കിൽ ക്രൂശിലെ 6 മണിക്കൂറിലെ ദാഹം എനിക്കും നിങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. ആ ദാഹത്തിലൂടെയാണ് ഇന്ന് പകൽ ഞാൻ യേശുവിനെ അറിഞ്ഞത്. ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അതിനായി സഹായിക്കട്ടെ എന്ന ഉത്ബോധന വാക്കുകളോടെ എന്റെ വാക്കുകൾക്ക് അവസാനം കൊത്തുമിടുന്നു. ദൈവം ധാരാളമായി സഹായിക്കട്ടെ.